ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പടവലങ്ങ വെച്ചിട്ടുള്ള തോരനാണ്. ഞങ്ങളുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പടവല സുക്കെ എന്ന് പറയും. അതൊരു ഗാർലിക്കോ ഉള്ളി സവാള ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേ ഞാൻ നല്ല കിളുന്ത പടവലങ്ങയായിട്ട് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കടലപ്പരിപ്പും പടവലങ്ങയും ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ ചീവി കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് കഴുകി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ ഞാൻ. അപ്പോൾ ദേ ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ ഫാമിലിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തോരനിൽ ഇഷ്ടമുള്ളൊരു തോരനാട്ടോ പടവലങ്ങ തോരൻ. അതേപോലെ തന്നെ ഇതിൽ ഞാൻ സവാളയോ അങ്ങനെ ഒന്നും ചേർക്കാത്തത്. നമുക്ക് ആ എക്സാക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ 1 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും അതേപോലെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും വേപ്പിലയും ഇട്ട് കൊടുക്കുക. നല്ല പച്ച വേപ്പില തന്നെയാട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പടവലങ്ങ തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ച പടവലങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഒന്ന് നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ചെയ്യണത്. ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഉപ്പും ബാക്കിയുള്ള തേങ്ങ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. എനിക്കതങ്ങനെ ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എൻ്റെ ചെയ്യുന്ന രീതിയാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിൽ പകുതി വേവോളം ഞാൻ ചെയ്യും. എന്നിട്ടാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങ കൊത്താക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു തേങ്ങയുടെ ഒരു കടിയും കിട്ടും. നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ തോരന്. അപ്പോൾ ആവശ്യമുള്ള പച്ചമുളക് ഇപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. അധികം എരിവ് ആയാൽ തന്നെയും തോരനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, തോരനല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ വെളുത്തുള്ളി അങ്ങനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നല്ല ഒത്തൻറ്റിക് ടേസ്റ്റ് ഞങ്ങളുടെ കൊങ്കണി വേർഷൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരുമാതിരിയൊക്കെ വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചേർക്കാനായിട്ട് കടലപ്പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കടലപ്പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന തോരനാണ് എനിക്ക് നല്ല ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള പരിപ്പ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പക്ഷേ വെന്ത് പോവരുത് പരിപ്പ്. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, തൊടുമ്പോഴത്തേക്കൊന്ന് ഇങ്ങനെ അമങ്ങണം, അത്രയും പാടുള്ളൂ കേട്ടോ പരിപ്പ്. അപ്പോൾ ഒരു വിസിലെടുത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും അധികമൊന്നും പാടില്ല. ഒരു 4 ടേബിൾ സ്പൂണോളം പരിപ്പാട്ടോ, ഒരു 1/4 കപ്പ് അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ പരിപ്പ്. അപ്പോൾ ആ പരിപ്പ് ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട് പടവലങ്ങയുടെ. അപ്പോൾ ഞാൻ പരിപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ ഒതുക്കിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. വേറെ മസാലകളോ അതേപോലെ ഉള്ളി സവാള വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. കറക്റ്റായിട്ട് നമുക്ക് ആ പടവലങ്ങയുടെ ടേസ്റ്റ് തന്നെ നമുക്കത് കിട്ടിക്കോളും. അത്രയ്ക്ക് നല്ല ക്രഞ്ചിനെസ്സും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പും അതേപോലെ തേങ്ങ ഒതുക്കിയതും ഉപ്പും ഒക്കെ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സിമ്മിൽ തന്നെ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം. അപ്പോൾ ആ പരിപ്പിലുള്ള കുറച്ച് വെള്ളവും ആ തേങ്ങയിലുള്ള ആ ജലാംശവും ബാക്കിയുള്ള പടവലങ്ങയുടെ ആ ഒരു വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് ബാക്കിയുള്ള വേവും കൂടി വെന്ത് കിട്ടും. അന്ന് ആ വെന്ത് കുഴയേയില്ല ഈ ഒരു മെത്തേഡിൽ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വലിയ തീയിൽ ആകരുത്. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടില്ല ഫുള്ളായിട്ട്. ചെറു തീയിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. എന്നാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ. അധികം താമസമൊന്നുമില്ല ഈ തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കുഴഞ്ഞൊന്നും പോകണ്ട നല്ല ക്രഞ്ചിനെസ്സോട് നല്ലതായിട്ട് നമുക്ക് തോരൻ കിട്ടിയിട്ടുണ്ട്, പടവലങ്ങ തോരൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണെന്നറിയാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറോട് കൂടി അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഈ സെയിം വേർഷനിൽ തന്നെ നമുക്ക് ചാറോട് കൂടി തന്നെ വേണമെങ്കിൽ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്കിങ്ങനെയാണ് ഇഷ്ടം തോരൻ എപ്പോഴും. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.